വാർത്തയിലേക്ക്. കൊൽക്കത്തയിൽ സ്ത്രീ സുരക്ഷയ്ക്കായി നടപടികൾ പ്രഖ്യാപിച്ച് ബംഗാൾ സർക്കാർ. യുവ ഡോക്ടർ അതിക്രൂരമായി കൊല്ലപ്പെട്ടതിന് പിന്നാലെ രാജ്യമാകെ പ്രതിഷേധം കനത്തതോടെയാണ് ബംഗാൾ സർക്കാർ രാത്രിസാധി പദ്ധതി പ്രഖ്യാപിച്ചത്. അതേസമയം യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി സഞ്ജയ് റോയുടെ നാർക്കോ അനാലിസിസ് പരിശോധന നടത്താൻ സിബിഐ തീരുമാനിച്ചു. വിശദാംശങ്ങളുമായി വിനയ ചേരുന്നു. വിനയ, ഇപ്പോൾ സഞ്ജയ് റോയുടെ നാർക്കോ അനാലിസിസ് പരിശോധന നടത്താൻ സിബിഐ തീരുമാനിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ കൊലപാതകത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിന് പിന്നാലെ ഇപ്പോൾ ബംഗാൾ സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്കായി പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ, വിനയ? എന്തായാലും കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്നും എന്തായാലും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. കൂടാതെ ഇന്നലെ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനായിരുന്നു കൊൽക്കത്ത സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. 100-ലധികം യുവാക്കളടക്കം നടുറോട്ടിലിറങ്ങിയായിരുന്നു പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കൊപ്പം സംസ്ഥാനത്ത് നിന്ന് അകത്തും പുറത്തു നിന്നുള്ള നിരവധി പേരായിരുന്നു ഇന്നലെ വൈകുന്നേരവും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഊന്നൽ അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കറുത്ത കൊടിയേന്തിയും കൂടാതെ മെഴുകുതിരികളെല്ലാം കത്തിച്ചുമായിരുന്നു ഇന്നലെ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് വേണം, പിന്നെ കൂടുതൽ പ്രതികളുടെ അറസ്റ്റ്, കൂടാതെ ആശുപത്രികളുടെ സംരക്ഷണം ഉറപ്പാക്കണം, ഈ പ്രതികൾക്ക് തൂക്കുകയർ നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രതിഷേധം കടുത്തതോടെയാണ് ഈ ബംഗാൾ സർക്കാർ രംഗത്ത് വരുന്നത്. സ്ത്രീ സുരക്ഷയ്ക്കായിട്ടുള്ള നടപടികൾ പ്രഖ്യാപിച്ച് ഈ ബംഗാൾ സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വനിതാ ഡോക്ടർമാരുടെ പ്രധാനമായും ഉണ്ടായിരുന്നത് വനിതാ ഡോക്ടർമാരുടെ ജോലി സമയം 12 മണിക്കൂറിലധികം പാടില്ല എന്നാണ് ഈ പ്രധാനമായും ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് ജോലി ചെയ്യേണ്ടി വന്നത് 30 മണിക്കൂറിലധികമായിരുന്നു. കൂടാതെ ഈ ജോലി ചെയ്ത് വിശ്രമിക്കാനായി ഒരു വിശ്രമ മുറി ഉണ്ടായിരുന്നില്ല. കൂടാതെ ഈ ശുചിമുറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ശുചിമുറിയും വളരെ ദൂരത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 30 മണിക്കൂറിലധികം ജോലി ചെയ്ത് വിശ്രമിക്കാൻ പോലും ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ഈ ആശുപത്രികളിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ കണക്കിലെടുത്താണ് ഇതിന്റെ പേരിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിൽ ബംഗാൾ സർക്കാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പ്രധാനമായും പറയുന്നത് 12 മണിക്കൂറിലധികം സ്ത്രീകൾക്ക് ജോലി പാടില്ല. കൂടാതെ ഈ വനിതാ ഡോക്ടർക്ക് ആശുപത്രിയിലടക്കം പ്രത്യേക വിശ്രമ മുറികളും ശുചിമുറികളും മറ്റും അനുവദിക്കണം തുടങ്ങിയവയെല്ലാം ഈ ബംഗാൾ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ആശുപത്രികളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതെല്ലാമാണ് പ്രധാനമായും ഈ ബംഗാൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ ഈ പോലീസുമായി എളുപ്പത്തിൽ ബന്ധപ്പെടുവാനായി ഒരു നമ്പർ, ഈ പ്രത്യേക മൊബൈൽ ആപ്പും പുറത്തിറക്കുമെന്നും ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഹോസ്റ്റൽ മുറികൾ, സ്ത്രീകൾ താമസിക്കുന്ന ഹോസ്റ്റൽ മുറികളിലടക്കം പെട്രോളിംഗ് നടത്താനും ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഈ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഈ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തുടർന്നാണ് ഈ കൽക്കത്ത ഹൈക്കോടതി കേസ് CBIക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ബംഗാൾ സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ IMA പ്രത്യേക ആവശ്യം പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് പ്രധാനമന്ത്രിക്ക് IMA കത്തയച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായും 4 ആവശ്യങ്ങളായിരുന്നു ഈ കത്തിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ഈ സ്ത്രീ സുരക്ഷ കർശനമാക്കണം. പിന്നീട് പ്രോട്ടോകോളിൽ മാറ്റം വരുത്തുന്നതും, അതായത് ഈ സമയത്തിൻ്റെ കാര്യത്തിലെല്ലാം ഈ 30 മണിക്കൂറിലധികമാണ് ഓരോ ഡോക്ടർമാരും ഈ ചിലവഴിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോട്ടോകോളിൽ മാറ്റം വരുത്തണം. കൂടാതെ ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന് നല്ലൊരു തുക നഷ്ടപരിഹാരമായിട്ട് നൽകണം. കൂടാതെ ഈ അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കണം, വലിച്ചിഴക്കാതെ അന്വേഷണം പൂർത്തിയാക്കണം. പ്രതികൾക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു
പ്രതികൾക്ക് കൊലക്കുറ്റമാണെങ്കിൽ കൊലക്കുറ്റം ചുമത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ പ്രധാനമന്ത്രിക്ക് പ്രധാനമായും ഈ IMA കത്തയച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ ഡോക്ടർമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി കേന്ദ്രവും ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇനി ആർജിക്കൽ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഈ പ്രതിഷേധം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ ആർജിക്കൽ മെഡിക്കൽ കോളേജ് പരിസരത്ത് 7 ദിവസത്തെ നിരോധനാജ്ഞ പോലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ ധർണയോ റാലിയോ പാടില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നിരോധനാജ്ഞ 7 ദിവസത്തേക്ക് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനിടെ തന്നെ ഈ ജൂനിയർ ഡോക്ടറുടെ കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള സഞ്ജയ് റോയിയെ നാർക്കോട്ടിക് അനാലിസിസ് പരിശോധന നടത്താൻ CBI തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ ഇന്ന് തന്നെ ഇത്തരത്തിലൊരു പരിശോധന നടത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനായി തന്നെ ഡൽഹിയിലെ സെൻട്രൽ ഫോറൻസിക്സ് സയൻസ് ലാബോറട്ടറിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എന്തായാലും കൊൽക്കത്തയിൽ എത്തിയിട്ടുണ്ട്. ഈ പ്രതിയെ എന്തായാലും ഇന്നോ അല്ലെങ്കിൽ വരുന്ന ദിവസമോ അടുത്ത ദിവസം തന്നെ ഇത്തരത്തിൽ നർക്കോ അനാലിസിസ് പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ കൊലപാതക കേസിൽ പ്രിൻസിപ്പലായിട്ടുള്ള മുൻ കോളേജ് പ്രിൻസിപ്പലിനെതിരെ ഡോക്ടർമാരുടെ സംഘടനയും കടുത്ത നിലപാട് എടുത്തിട്ടുണ്ട്. എല്ലാ അക്കാദമിക് പ്രവർത്തനങ്ങളിൽ നിന്നും ഈ മുൻ പ്രിൻസിപ്പളെ മാറ്റി നിർത്തുമെന്ന് ഈ ഡോക്ടർമാരുടെ സംഘടനയായിട്ടുള്ള പശ്ചിമ ബംഗാൾ ഓർത്തോപീഡിക്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ സന്തോഷ് ഘോഷിന്റെ അടുത്ത് വിശദീകരണം അതായത് മുൻ പ്രിൻസിപ്പലിനോട് ഈ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിൻസിപ്പൽ സ്ഥാനത്തിരിക്കെ ഈ ജൂനിയർ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഈ പ്രിൻസിപ്പലിനെതിരെ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ സംഭവം വിവാദമായതിന് പിന്നാലെ ഈ സ്ഥലം മാറ്റം പ്രതിഷേധിച്ച ഡോക്ടർമാരെ എല്ലാം സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്ഥലം മാറ്റിയതെല്ലാം തന്നെ ഇപ്പോൾ ബംഗാൾ സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ്. 24 മെഡിക്കൽ കോളേജിലെ 42 ഡോക്ടർമാരെയായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സ്ഥലം മാറ്റമെല്ലാം ഈ പേരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്ഥലം മാറ്റം റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഡോക്ടറുടെ കൊലപാതക കേസിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ രാജ്യവ്യാപകമായി നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ രാജ്യവ്യാപകമായി ഡോക്ടർമാരുടെ സംഘടനകളും കൂടാതെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഈ രാജ്യവ്യാപകമായി നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഇവരുടെ ആവശ്യം ഈ ജോലിഭാരം കുറയ്ക്കുക, കൂടാതെ ഈ യുവ ഡോക്ടറുടെ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള പ്രതികൾക്ക് ശിക്ഷ, തൂക്കുകയറാണെങ്കിൽ തൂക്കുകയർ മേടിച്ചു കിടക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഇവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് സംസ്ഥാന വ്യാപകമായും രാജ്യവ്യാപകമായും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലെല്ലാം തന്നെ കൊൽക്കത്തയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കായിരുന്നു കൊൽക്കത്ത സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർമാർ അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, പുറത്തു നിന്നുള്ള ആളുകൾ വരെ ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് ബംഗാൾ സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്കായി പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു, പദ്ധതികൾ നടത്തിയിരിക്കുന്നു. ഇത് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. ആ പ്രതിഷേധത്തിന് പിന്നാലെ മമതാ ബാനർജിക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വ്യാപകമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ തൃണമൂൽ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഉടനീളം. ആ പ്രതിഷേധം ഇപ്പോൾ രാജ്യമൊട്ടാകെ വ്യാപിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ സർക്കാർ പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിലാണോ ഇപ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് വരുന്നത്? തീർച്ചയായും മനു, അത് തന്നെയാണ് പറയാൻ സാധിക്കുക. കാരണം ഈ ബംഗാൾ സർക്കാരിനെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഡോക്ടറുടെ കൊലപാതകം എന്ന് പറയുന്നത്. കാരണം ഈ ആശുപത്രികൾ, പ്രധാനമായും ആശുപത്രികളിൽ സുരക്ഷ വേണ്ടത് അത്യാവശ്യമാണ്. ഈ ഡോക്ടർമാർക്ക് ഈ 30 മണിക്കൂറിലധികമാണ് ഈ ബംഗാളിൽ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡോക്ടർ കൊല ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്.
ഇത്തരത്തിൽ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ഒരു സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. CCTV ഇല്ല, വിശ്രമ മുറികളില്ല. കൂടാതെ ഇപ്പോൾ ശുചിമുറിയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അടുത്തില്ല. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഈ ഹോസ്പിറ്റലുകളിൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ ആശുപത്രിയിലുള്ള ഡോക്ടർമാർ നേരിടേണ്ടി വരുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വരുന്ന വിഷയമെന്ന് പറയുന്നത്. ഈ വിഷയങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത് ഈ ബംഗാൾ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വരുന്നത്. കൂടാതെ തന്നെ ഈ കൽക്കട്ട ഹൈക്കോടതി കൊൽക്കത്തയിൽ സ്ത്രീ സുരക്ഷയ്ക്കായി നടപടികൾ പ്രഖ്യാപിച്ച ബംഗാൾ സർക്കാർ യുവ ഡോക്ടർ അതിക്രൂരമായി കൊല്ലപ്പെട്ടതിന് പിന്നാലെ രാജ്യമാകെ പ്രതിഷേധം കനത്തതോടെയാണ് ബംഗാൾ സർക്കാർ രാത്രി സാധി പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി സഞ്ജയ് റോയുടെ നാർക്കോ അനാലിസിസ് പരിശോധന നടത്താൻ CBI തീരുമാനിച്ചിരിക്കുകയാണ്. വിശദ വിവരങ്ങളാണ് വിനയ് നൽകിയത്.